ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അമ്മയും ഞാനും കൂടി ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ ബോംബെ വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ലേ. കുറേ ദിവസമായതുകൊണ്ട് ഒരു മടിയുണ്ട്, വീഡിയോ വേണോ ചോദിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞു വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം അമ്മ ഏതായാലും കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ. അമ്മ വെറുതെ അമ്മക്ക് 10-14 ദിവസത്തെ ട്രിപ്പാണ്. പക്ഷെ അമ്മക്ക് ഇങ്ങനെ പോയ സ്ഥലത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം, അതിനേക്കാൾ കുറേ സ്ഥലത്ത് പോയിന്, എന്നാലും കുറച്ച് തോന്നിയത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിന്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അമ്മ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഇന്ന് നോക്കാം. അമ്മ ഒരു വ്ളോഗ്, എൻ്റെ വ്ളോഗല്ലേ എപ്പോൾ നിങ്ങൾ കാണില്ലേ, ഇന്ന് നമുക്ക് അമ്മേൻ്റെ വ്ളോഗ് കാണാം അല്ലേ അമ്മ? ബോംബെ വ്ളോഗ്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അമ്മനെ കൊണ്ടുവിടാൻ പോയ വീഡിയോയിൽ നമ്മൾ അന്നേ ഇട്ടിട്ടുണ്ടായിന്. ട്രെയിനിനാണ് പോയിട്ടുണ്ടായി. അമ്മ ആ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും. അങ്ങനെ ബോംബെയിലേക്കാകുമ്പം ഒരു 24 മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക്. എന്നിട്ട് ട്രെയിനിന് അവിടെ എത്തി അല്ലേ? ട്രെയിനെല്ലാം യാത്ര ചെയ്ത നല്ല അടിപൊളി യാത്ര. അങ്ങോട്ട് പോകുന്തോറും ഹിന്ദിക്കാരാവും. ഇവിടുന്ന് കുറച്ച് മലയാളീസ് ഉണ്ടാവും. ചേച്ചി ഉണ്ടല്ലോ, വിലുമൊക്കെ ഹിന്ദി അറിയാം, നല്ലോണം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. വിലുമ പണ്ട് ഡൽഹിയിൽ ഉണ്ടായതാണേ, അതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു കമ്മ്യൂണിക്കേഷൻ. ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പിന്നെ അവർക്കെല്ലാം അവരുടെ സ്നേഹം, നല്ല സ്നേഹമുള്ളവരായിരുന്നു ഹിന്ദിക്കാര്. ഒരു ഹെൽപ്പ് ചെയ്തു അമ്മനാടി എത്തിയിട്ട് ലഗേജ് ഇറക്കാൻ, ഇങ്ങോട്ട് വരുമ്പോഴും ലഗേജ് ഇറക്കാനെല്ലാം നല്ലോണം ഹെൽപ്പ് ചെയ്തു. എല്ലാരും ഡോറിന് വന്നിട്ട് കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞാല്. അപ്പൊ നമ്മള് അവിടെ പോയി കഴിഞ്ഞിട്ട് ഓരോരോ ദിവസത്തില് അമ്മ കണ്ട കുറച്ച് കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. നാസിക്കിലേക്ക് പോയിട്ട് മോൻ ആദ്യമായിട്ട് കൊണ്ടുപോയത് ജെയിൻ മന്ദിർ കാണാൻ വേണ്ടിട്ടാണ്. ആ ജെയിൻ മന്ദിരം അതും ഒരു അതിശയം തന്നെ മോളെ. ഏക്കർ കണക്കിന് ഭൂമിയിൽ വ്യാപിച്ചിരുന്നു, ഒത്തിരി ബിൽഡിങ്ങുകൾ, പിന്നെ ഒരുപാട് സ്റ്റെപ്പ് കയറി ഒരു കുന്നാൻ തോന്നും. സ്റ്റെപ്പ് കയറിയാണ് മുകളിൽ പോയിട്ടാണ് പ്രധാന പ്രാർത്ഥനാ സ്ഥലമുള്ളത്. പക്ഷെ ഞങ്ങൾ പോയതിന്റെ പിറ്റേ ദിവസം അവിടെ ഉത്സവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് എല്ലാം കെട്ടിമുട്ടിച്ചിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ജൈനന്മാര് അവർക്ക് അവിടെ വന്ന് താമസിക്കാനും അവരുടെ പ്രാർത്ഥനകൾ നടത്താനും ഒക്കെ ഒരുപാട് സംവിധാനമുണ്ട്. അതിന്റെ അടുത്ത് തന്നെ അവിടെ തന്നെ, അതിന്റെ ഉള്ളിൽ തന്നെ. നിങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തെന്ന് വെച്ചാൽ 3/4 മണിക്കൂർ 1 മണിക്കൂർ ഓട്ടോ ഉണ്ട്. പിന്നെ അവിടെ പോകുമ്പോ തന്നെ പശുക്കള്, കണ്ണാടി കൂടുകളിലെ പശുക്കളും പ്രതിമേന്റെ ചിത്രം തന്നെ നമ്മളെ വെൽക്കം ചെയ്ത് നിൽക്കുന്ന തന്നെ പശു, അതിന്റെ വെള്ള പശു ഒരു കൂട്ടിനുള്ള എന്ത് രസമായിരുന്നു അറിയാം കാണാൻ. പിന്നെ പാർക്കൊക്കെ ഉണ്ടല്ലോ മോളാടെ, പാർക്കുണ്ട്. പിന്നെ വ്യായാമം ചെയ്യുന്ന സംഭവങ്ങളില്ലേ, ആ ഒരു ഷേപ്പ് ഇങ്ങനെ ആരോണ്ട് ഇങ്ങനെ അതെല്ലാം ഉണ്ട് അവിടെ. ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ വന്നിട്ട് പാർക്കിലിരിക്കുന്നത് കാണാൻ, നല്ല ഉണ്ട് കാണാൻ. അടുത്ത ദിവസം രാവിലെ നമ്മൾ ത്രയംബക ക്ഷേത്രത്തിലേക്കാണ് പോയത്. അപ്പം അവിടെ പോയി അത് കാണുന്നെ വേണം. നമ്മൾ പോകുന്നതിന് മുമ്പേ പറഞ്ഞത് വമ്പ തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ വീഡിയോ കോൾ ചെയ്തിനല്ലോ. അപ്പൊ ആ അമ്പലം കാണുമ്പോ നമ്മള് സിനിമയെല്ലാം കാണുന്ന പോലെ പഴയ ആ ഒരു ബിൽഡിങ്ങും അത് മനസ്സിന് ഒരു ബോംബെ ക്ഷേത്രം എന്നുള്ള ഒരു ഒതന്റിക് ആയ കാണുമ്പോ ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. മലയും അതിന്റെ ഇടക്കാണ് ഈ അമ്പലമുള്ളത്. അപ്പൊ ആ ബിൽഡിംഗ് നല്ല രസമുണ്ട്. ആ പഴയ ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ വേണം, നല്ല രസമുണ്ടായിരുന്നു. അത് അവിടെ അടുത്ത് തന്നെ അല്ലേ? കുറച്ച് 1 മണിക്കൂർ ഓടിയിട്ടുണ്ടാവും നാസിക്കുന്ന്. അടുത്ത ദിവസം നമ്മള് മോൻ പറഞ്ഞു ഒരു വെറൈറ്റി ഫുഡ് മേമിക്ക് പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഗ്രേപ്പ് എംബസിയിൽ പോയി. അതിപ്പോ നമ്മള് വീഡിയോയിൽ കണ്ടു. ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രേപ്പ് പ്രൂഫ് റെസ്റ്റോറന്റ്. അത് കാണുന്ന ഗ്രേപ്പ് ഇങ്ങനെ മേലെ വെച്ച ഗ്രേപ്പ് ഇങ്ങനെ നമ്മള് ഫുഡ് കഴിക്കുമ്പോ മേലെ ഗ്രേപ്പ് ആയിരിക്കും ആയിട്ട് നിൽക്കുന്നത്. അപ്പം അത് അവന്റെ അടിയിലാണ് നമുക്ക് ഫുഡ് തരുന്നത്. അത് അന്ന് അമ്മ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് പറയുമ്പോ ഞാൻ ഓർത്തു അമ്മ കാണുന്ന എന്ത് ഫുഡാണെന്നോ കിട്ടുക. പക്ഷെ മോളെ അതിന്റെ പേര് മിസൽപ്പാവുന്നേ. അത് നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണേ അല്ല, എന്തെല്ലോ മിക്സഡ് ആയിട്ട് കുറെ ഐറ്റംസ്, മിക്സ്ചർ അത് ഇത് അങ്ങനെ. പിന്നെ ഒരു രസം പോലത്തെ ഒരു വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്, അത് ഒഴിച്ചിട്ട് അത് കഴിക്കുക. ചോറൊന്നുമില്ല, ചോറൊന്നുമില്ല. ഈ മിക്സ്ചർ കൂട്ട് ബണ്ണ് പോലത്തെ സാധനം കണ്ടിന് അമ്മ അയച്ച ഫോട്ടോ. ഒരു വലിയ പപ്പടം പോലത്തെ, ആ വലിയ പപ്പടം പോലത്, വലിയ പപ്പടം. അത് നമ്മളെ ഫുഡിൽ കാണാത്. ഫേവറേറ്റ് അല്ല, പക്ഷെ എന്നാലും ഒരു പുതിയ, പക്ഷെ ആ കാഴ്ച നല്ല രസമുണ്ട്. മുകളിൽ ഫുള്ള് മുന്തിരി തൂങ്ങി കിടക്കുമ്പോ മുന്തിരി ഇങ്ങനെ അവിടെ നിന്ന് നമുക്ക് മുന്തിരി ജ്യൂസ് അവിടെ പറിച്ചിട്ടാണ് അടിച്ചു. അതിന്റെ അടുത്ത് തന്നെ പാർക്കും ഉണ്ടോ? പാർക്കുണ്ട് അതിന്റെ കുറച്ചു നേരം ഊഞ്ഞാലെല്ലാം ആടി ബോയ്സ് എല്ലാം കളിക്കുന്ന ടർഫ് അവിടെ ഇല്ല. നമ്മൾ 2 മണിക്കൂറോളം ചെലവഴിച്ചു. അവിടെ എത്ര നേരം ചെലവഴിച്ചാലും നമുക്ക് മതിയാവില്ല, അത്രക്ക് സൂപ്പറാണ് ആ സ്ഥലം. ഇതിപ്പോ നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുത്തിയിട്ടില്ല, അപ്പൊ അവര് വിചാരിക്കുന്നുണ്ടാവും കൂടെ കുറെ ആളെ കാണുന്നുണ്ട് ആരാ അന്ന്. അപ്പൊ വല്യമ്മേന്റെ മോനാണ് അവിടെ ഇല്ലേന്ന് പറഞ്ഞില്ല. അപ്പൊ രാകേഷ് ഏട്ടനും വൈഫ് ഹരിതിയും മോളും ഉണ്ട്. പിന്നെ ഉള്ളത് രാകേഷ് ഏട്ടന്റെ ഫ്രണ്ട് ആണല്ലേ, നമ്മ ഏട്ടന്റെ പേര് മിഥിലേഷ്. ആ ഏട്ടനും വൈഫും കുട്ടിയും അവരാണ് ഏട്ടൻ ഉള്ളത്.
അപ്പൊ ഇവരാണ് ഫുള്ള് ഗ്യാങ് ഉണ്ടായത്. പിന്നെ വേറെ സ്ഥലത്തെല്ലാം പോകുമ്പോ കുറച്ച് ഫ്രണ്ട്സും കൂടെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? വിനീഷും വന്നു. ഇപ്പൊ ഇത്രയും ആളാണ് ഉണ്ടായത്. പിന്നെ വല്യമ്മയും അമ്മയും ഇത്രയും ആളാണ് മെയിൻ ആയിട്ട് ട്രിപ്പ് പോയിട്ട്. ആ ഒരു കാറിൽ കൊള്ളുന്ന ആള് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പോയതാ. അവര് നല്ല സപ്പോർട്ടായിരുന്നു അല്ലെ? പിന്നെ പറഞ്ഞാൽ മതി, നമ്മള് വരുന്നവരെ അവര് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ മേമാന്നും പറഞ്ഞോണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് സ്ഥലം നല്ലുണ്ട് കേട്ടോ, അമ്മ പറഞ്ഞ പോലെ കാണാൻ. ആ മുന്തിരി കാണണം, നല്ല തിരക്കും ഉണ്ടല്ലോ, അത്യാവശ്യം തിരക്കുണ്ട്, അത്യാവശ്യം കാണാൻ തിരക്കെല്ലാം ഉണ്ട് അവിടെ. ഒത്തിരി ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾക്കാരും കുറെ അവിടെ. അത് ഓരോ പോയിന്റ്സ് ഉണ്ട്, നല്ല പോയിന്റ്സ്, ഫോട്ടോയിൽ എടുക്കാൻ പറ്റിയ നല്ല നല്ല പോയിന്റ്സ് ഉണ്ട് അവിടെ. പിന്നെ അടുത്ത ദിവസം വൈൻയാർഡ് റിസോർട്ടിൽ അല്ലേ, സോമ സുല, അവിടെ രണ്ടെണ്ണം ഉണ്ട്. അവിടുത്തെ വൈൻയാർഡ് ഓടണം, സോമയിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഓടണം സുല വൈൻയാർഡ്. അങ്ങനെ വേറെ വേറെ ദൂരം ഉള്ളതല്ലേ. വൈൻ അടിപൊളി വൈനെല്ലാം വേണമെങ്കിൽ അവിടെ കിട്ടും. പക്ഷെ അതിന്റെ അവിടെ അവരെ കോമ്പൗണ്ട് വെച്ച് കുപ്പികളും കൊണ്ട് തീർത്തിരിക്കുന്ന അറിയാമോ, ഒരുപാട് വലിയ ബോട്ടിൽസ് കൊണ്ട് ഇങ്ങനെ എന്ത് കാണാം. ഇതിപ്പോ ഓരോ ദിവസത്തെ കാര്യം നമ്മൾ ഓടിച്ചോടിച്ചോടിച്ച് കാണിക്കുന്നത്, തീരൂല വേഗം. വെൽക്കം ടു സുല വൈൻയാർഡ്, സോമ സുല. ഫസ്റ്റ് സോമയില് പോയി, അവിടെ നമ്മ മുന്തിരി വൈൻസ് എല്ലാം ഉണ്ടാകും. അവിടെ വൈൻസ് എല്ലാ ഓരോ ടൈപ്പ്. പിന്നെ എല്ലാവരും വന്നിട്ട് അവിടെ ഒരുപാട് ആള് വാങ്ങിക്കൊണ്ട് പോകും. ഒരേ ആള് ഫാമിലി ആയിട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുടിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് പോകും. അങ്ങനെ ഫുഡും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അവിടെ കുപ്പി ഇങ്ങനെ കാണുന്നുണ്ട് ദൂരം ദൂരം വെച്ചിട്ട്. സിമെന്റ് കൊണ്ടാക്കിയതായിരിക്കും അല്ലേ? അത് ആയിരിക്കും, സിമെന്റ് കൊണ്ടാക്കിയതായിരിക്കും. കൊറേ നാള് ഒറിജിനൽ കുപ്പിയാണേ, കുപ്പികള്. സുലയാണ്, ഏക്കർ കണക്കിന് ഭൂമികളുണ്ട് അവർക്ക്, ഏക്കർ കണക്കിനാണ്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബാറ് പോലത്തെ സെറ്റപ്പ് അല്ലെ കാണാൻ. സുലയിൽ പോയി, നമ്മളും സുലയിൽ കയറിയായിരുന്നു. അപ്പോഴ് ഫാമിലി ആയിട്ടും പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ. ഫുഡ് കഴിച്ച് വൈനെല്ലാം കുടിച്ച് പിന്നെ അവിടെ ഒരുപാട് മണിക്കൂർ ഫോട്ടോഷൂട്ടെല്ലാം ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും ഭംഗിയുള്ള സ്ഥലം. കുറെ നേരം ഉണ്ടായിരുന്നു അവിടെ, രാത്രി വരെ അവിടെ ഞങ്ങൾ കുറേ നേരം ചെലവഴിച്ചു. കാരണം ഓമ്പറ മേമെപ്പെങ്കിലും വരും, ഇനി വരുമോ എന്ന് തന്നെ അറിയില്ലല്ലോ. മാക്സിമം സ്ഥലം മോനാടെ കൊണ്ടുപോയി കവർ ചെയ്തു. രാത്രി വ്യൂ എല്ലാം നല്ല ലൈറ്റിംഗ് എല്ലാം, അതുകൊണ്ട് അവൻ പറഞ്ഞ രാത്രി എല്ലാം നോക്കിയിട്ട് ലൈറ്റിംഗ് എല്ലാം കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും നല്ലപോലെ ട്രിപ്പ് എന്തായാലും അമ്മ ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തിരുന്നു. മോള് അച്ഛനും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ചിന്തിക്കേ വേണ്ട, എൻജോയ് ചെയ്തിട്ട് വരണം എന്ന്. എന്തായാലും ട്രിപ്പ് സത്യം പറഞ്ഞ മോളെ അത്രക്കും ഉൾക്കൊള്ളുന്നുണ്ട്, നമ്മൾ അത്ര കാണാനുണ്ട് ബോംബെയില്. പിന്നെ രാത്രി ആയപ്പോ തിരിച്ചു നേരെ വീട്ടിലേക്കല്ല, അന്ന് നേരെ വീട്ടിലേക്ക് വന്നു. ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വ്ളോഗ് പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഓരോ ദിവസമായിട്ട് എടുത്തതാണ്. പക്ഷെ അത് എന്തിനാണ് നമ്മൾ വീഡിയോ ആക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സുഖമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയ അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള യാത്രയെല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കണ്ടുകൊണ്ടിരിക്കും നമ്മൾ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ അത് അമ്മക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് അമ്മേൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇത്. കുറേ കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എപ്പോൾ യൂട്യൂബിലാകുമ്പോൾ എപ്പം കിടക്കുമല്ലോ. നമ്മൾ ഫോൺ ഗാലറിയിലാകുമ്പോൾ ചിലപ്പോൾ അത് പോവും, അല്ലെങ്കിൽ അത് ഫോൺ മാറുമ്പോൾ അത് ഡിലീറ്റ് ആയി പോകും, അങ്ങനെല്ലാം ആവുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ ഇവിടെ കിടന്നോളും. അപ്പോൾ അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ. അതിനും കൂടെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഇടാന്ന് വിചാരിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബിലിടുക. പിന്നെ നിങ്ങളും പറഞ്ഞല്ലോ കാണാൻ താല്പര്യമുണ്ടെന്ന്, അതുകൊണ്ട് ആണ് ഇത് ഇടുന്നത് വീഡിയോ. എൻ്റെ അടുത്ത ദിവസം പിന്നെ സാബുത്തറ ഹിൽ സ്റ്റേഷനിൽ പോകുന്നതെന്നാണ് മോൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം നാസിക്കുന്ന ഒരുപാട് ദൂരം ഓടണം. ഈ സാബുത്താര എന്ന് പറയുമ്പോ അങ്ങ് ഗുജറാത്ത് ഗുജറാത്ത്. അപ്പൊ മോൻ പറഞ്ഞു മേമ ഗുജറാത്തും കൂടി ഒന്ന് കണ്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും പോണം, എന്തായാലും ഞാൻ അമ്മേനെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടാണ് അവൻ കൊണ്ടുപോയതേ. അവിടെ പോയപ്പോ മോളെ എനിക്ക് ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു അത്. എന്താ നമുക്കല്ല, കുഞ്ഞുനാളിലെ മലകളും ആകാശവും എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ സ്വപ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശരിക്കും മോളെ അതെനിക്ക് സാക്ഷാത്കരിച്ചു. ആ സാബുത്താര അത്ര ഭംഗിയുണ്ട്. അവിടുന്ന് കാണേണ്ട കാഴ്ച ഞാൻ മോളെ വിളിച്ചിട്ടില്ലേ, രസമല്ലേ നല്ല കുന്നും മലയും. പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ മരുഭൂമി പോലെ എങ്ങനെയാണ്, പക്ഷെ ഫുള്ള് കുന്നും മലയെല്ലാം എൻജോയ് ചെയ്യും. ഇത്രയും നല്ലൊരു പ്രകൃതി ഭംഗി. നമ്മൾ അന്ന് പോയപ്പോ ബോംബെ പോയപ്പോ ഈ സാബുത്താരെ പോയിട്ടില്ല, അങ്ങോട്ട് പോയിട്ടില്ല. അത് കൊറോണ സമയം, കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്ക് അധികം എന്തൊരു ഭംഗിയാ നോക്കിയ നമ്മളെ, അടിപൊളി സ്ഥലം. കുന്നും മലയും മറ്റേ ഗൾഫിൽ മരുഭൂമിയെല്ലാം പോലെ മരം ഉണ്ടെന്നേ ഉള്ളൂ. ഇടക്കിടക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോ. ഇതിന്റെ സൈഡിൽ നമ്മളെ സ്ട്രോബെറി
സ്ട്രോബെറി പേരക്ക അവരെ മരത്തുനിന്ന് പറിച്ചുകൊണ്ട് വരുന്ന റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നിറച്ചും അവിടെ ആൾക്കാരുണ്ട്. സ്ട്രോബെറി പേരക്ക മുന്തിരി വൈനൊക്കെ കൊണ്ട് മുന്തിരി നല്ല രസമുണ്ട് കാണാൻ. അന്ന് രണ്ടാളും മഞ്ഞക്കിളികളായിട്ട് കറക്റ്റായിട്ട് കിട്ടിപ്പോയി. നമ്മള് ഈ അമ്മേന്റെ ഈ മഞ്ഞക്ക് നമ്മള് വെള്ളം ഇടാന്നാ വിചാരിച്ചല്ലേ, വില്ലുമ്പോ ബ്ലാക്ക് ഇട്ടോണ്ട് അമ്മ ബ്ലാക്ക് ഇട്ടു. ഏറ്റവും ബ്ലാക്ക് ഇടാം. അത് മിഥിലേഷൊക്കെ ഉണ്ടായില്ലേ, മിഥിലേഷ് വിനീഷ് അവരെല്ലാരും വന്നില്ലായിരുന്നു. അവിടെ വേറെ ഒന്നും കാണാനുണ്ടായിട്ടില്ലല്ലോ ആ ഹിൽ സ്റ്റേഷനിൽ പോയിട്ട്. പിന്നെ നമ്മള് റോപ്പ് വേ ഉണ്ടായിരുന്നു. റോപ്പ് വേയിൽ ഞങ്ങള് കയറി. പിന്നെ മോളെ വേറൊന്നുമില്ല, ഇവിടുന്ന് ഒരു ഇങ്ങനെ ബെൽറ്റലിട്ടിട്ട് വേറെ മലയിലേക്ക്. അത് പിന്നെ മിഥിലേഷ് അവരൊക്കെ ചെയ്തു. അവരൊക്കെ അത് ചെയ്തു. അത് നമുക്ക് ധൈര്യമൊന്നുമില്ല. ടോപ്പ് വ്യൂ നല്ല രസമുണ്ടാവും അല്ലേ, റോപ്പ് വേയിൽ പോകുമ്പോ നല്ല രസമാണ്. മേലെന്ന് കാണുമ്പോഴുള്ള വ്യൂ നല്ല രസമായിരിക്കും. ശരിക്കും അമ്മ അതോ കുഞ്ഞു നാളില് കണ്ട അതേ സ്വപ്നം എനിക്ക് സാബല്യ പോലെ തോന്നിയായിരുന്നു. എന്ത് രസമാണ് ദൈവമേ മഹാരാഷ്ട്രന്റെ ആ സൗന്ദര്യം. കേരളം അമ്മ പോയിട്ട് വന്നേ പിന്നെ പറയാം, കേരളം ഒന്നുമല്ല പോകുന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്ര. നമ്മൾ അവിടെയുള്ള ചരിത്രം ഉറങ്ങുന്ന മണ്ണ് പാണ്ഡവമല, പിന്നെ നമ്മൾ പണ്ട് സോഷ്യലിൽ പഠിച്ചിട്ടില്ലേ അതെല്ലാം, നാസിക്, അതെല്ലാം നമ്മൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളെ പേരാ. പിന്നെ പറയുന്നേക്ക ഒരു കുന്ന് 2 മണിക്കൂർ കയറി കഴിഞ്ഞാൽ ഹനുമാന്റെ കാല് അവിടെ അടയാളം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവര്. പക്ഷെ നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ലല്ലോ നമ്മളെ, അത്രയും കയറണ്ടേ. നമുക്ക് എന്ത് വന്നാലും ഈ യാത്ര അത്ര മനസ്സിനെ ഞാൻ ഒരിക്കലും മറക്കൂല. നമ്മളെ ഫുള്ള് എൻജോയ് ചെയ്ത് സൗന്ദര്യം മറക്കൂല. പിന്നെ സാബുത്താരേന്ന് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്കില്ല നമ്മളെ ഒരു മച്ചലി ഗർ ഉണ്ടായിരുന്നു. അതിന്റെ അക്വേറിയം. അവിടുത്തെ ഫിഷുകളെ കണ്ടിട്ട് എന്ത് രസമായിരുന്നു അറിയാം. അതും പറയുന്ന പോലെ തന്നെ നമ്മ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. വിൽക്കുന്നില്ലാന്ന് തോന്നുന്നു മോളെ, വിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായില്ല. ഉണ്ടാവുമായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി മനസ്സിലായില്ല മോളെ. പക്ഷെ പലതരം ഫിഷുകള് ഭയങ്കര സൂപ്പർ 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 കാഴ്ച. കുറെ വീഡിയോ ഇഷ്ടം പോലെ ഉണ്ട് അമ്മ എടുത്തത്. പക്ഷെ നമുക്കിത് ലിമിറ്റഡ് സമയത്തിനുള്ളിൽ കാണിക്കണല്ലോ, അതുകൊണ്ടാണ് കുറച്ച് എല്ലാം ഭയങ്കരമായിട്ട് കുറച്ചിട്ട് കാണിക്കുന്നത്. പറഞ്ഞ തീരുവ മോളെ, ഒരു മാസം ഇടാ. ഫെബ്രുവരി 25 പോയിട്ട് മാർച്ച് 8 വരെ ഇവിടെ ഉണ്ടായി നാസിക്കില് ഏട്ടൻ വർക്ക് ചെയ്യുന്ന അവിടെ ഉണ്ടായി. പിന്നെ അവിടുന്ന് 8-ാം തീയതി എവിടേക്ക് പോയാൽ വസയിലേക്ക് പോയി. നാസിക്കിന്ന് 4 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു വസയിലെത്താൻ വേണ്ടിട്ട്. അവിടുന്നാണ് നമുക്ക് കുറച്ച് നമ്മൾ ഫേമസ് ആയ കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണാൻ എളുപ്പം അവിടുന്നാണ് പോയത്. അപ്പൊ സ്റ്റേഷൻ എടുത്തല്ലോ മോളെ. അതെ അതെ. പിന്നെ അവിടുന്ന് 2-3 ദിവസം അവിടെ ഉണ്ടായിനി. അത് കഴിഞ്ഞിട്ട് അവിടുന്നാണ് നമ്മള് റിട്ടേൺ വന്നത് അല്ലേ മാം. അപ്പൊ അവിടെ ഇവരെ ഏട്ടന്റെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിനി വർക്ക് ചെയ്യുന്ന അവരെ. അപ്പൊ അവിടെയാണ് 2-3 ദിവസം താമസിച്ചിട്ടുണ്ടായത്. അടുത്ത ദിവസം രാവിലെ മുംബൈ ദർശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു. 1 ഡേ ഫുള്ള് ഇതിലാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ബോംബെയിൽ നമ്മൾ സിനിമയിലെല്ലാം കാണുന്ന സ്ഥലങ്ങളും അതല്ല. അത് അന്ന് നമ്മൾ പോയപ്പോ അങ്ങനെ തന്നെ ഒരു ദിവസം മൊത്തം നമ്മൾ വണ്ടി പിടിച്ച് മൊത്തം ഫേമസ് ആയിട്ടുള്ള അറേഞ്ച് ചെയ്തിരുന്നു. വണ്ടി നമ്മളെ വണ്ടി എടുത്തില്ല, അറേഞ്ച് ചെയ്തിട്ട് പോയി. പിന്നെ അടുത്ത ലോക്കൽ ട്രെയിൻ കയറി. അതാണ് എനിക്കൊരു ഏറ്റവും വലിയ അതിശയം തോന്നി. ലോക്കൽ ട്രെയിൻ, ആ ട്രെയിനിൽ വന്ന് നിൽക്കുമ്പോൾ വണ്ടി വരുമ്പോൾ സ്ലോ ചെയ്യുന്ന തന്നെ ജനങ്ങളിങ്ങനെ കയറി, നമ്മൾ ഓട്ടോറിക്ഷ എല്ലാം കയറുന്ന പോലെ വണ്ടി നിന്നിട്ടില്ല. അപ്പോഴത്തേക്ക് ചാടി കയറുന്നുണ്ട്. അത് കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ചാടി കയറുന്നുണ്ട്. അതിന്റെ തിരക്ക് കണ്ടിട്ട് മോളെ എനിക്ക് ബോധക്കേട് വന്നിട്ടില്ലാന്നേ ഉള്ളൂ. അമ്മാതിരി തിരക്ക്. വണ്ടി വിടുമ്പോൾ ആൾക്കാർ കയറുവാ. നമ്മള് ബസ്സിലെല്ലാം കയറുന്ന പോലെ അത്ര ലാഘവത്തോടെ. ലോക്കൽ ട്രെയിൻ കണ്ടിട്ട് എനിക്ക് അതിശയായി പോയി ശരിക്കും. ഈ ട്രെയിൻ അമ്മ ഈ വീഡിയോയിൽ കാണിച്ച ട്രെയിൻ കുറച്ചും കൂടി ഒരു സെറ്റപ്പ് പോകുന്നുണ്ട്. നമ്മള് പോകുമ്പോൾ ഉണ്ടല്ലോ വെറുതെ ഒരു ലോക്കൽ സ്റ്റേറ്റ് ബസ് ഉണ്ടാവില്ല നമ്മളെ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ആ ട്രെയിനിൽ കയറിയെന്നൊന്നും തോന്നിയിട്ടില്ല. ലോക്കൽ സ്റ്റേറ്റ് ബസ് കയറിയ ആ ഒരു സെറ്റപ്പാണ് ഉണ്ടായേ.
എന്നിട്ട് അന്ന് നമ്മൾ കുറെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മോൻ ടിക്കറ്റ് എടുത്ത് നമ്മള് സെക്കൻഡ് ക്ലാസ് പറഞ്ഞ എടുത്തത്. അതുകൊണ്ടായിരിക്കും കുറച്ചെങ്കിലും ബെറ്റർ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു അതായിരിക്കും മറ്റേത് അല്ല, അത് അവര് ഡെയിലി അങ്ങോട്ട് പോകുന്നതല്ലേ. ഇത് മേമിക്കൊന്നും പറ്റൂല സെക്കൻഡ് ക്ലാസ്. അതുകൊണ്ടായിരിക്കും ഇത് കാണാൻ കുറച്ചും കൂടെ ഭംഗി. നമ്മള് അന്ന് പണ്ട് പോയപ്പോ ഞാൻ പറഞ്ഞില്ലേ പക്ക നമ്മള് ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റേറ്റ് ബസ് പോലെ ഇങ്ങനെ അതിലിങ്ങനെ ഇടക്കിടക്ക് മറ്റേ പെണ്ണുങ്ങന്മാരെല്ലാം വന്നിട്ട് നമ്മളെ സിനിമയെല്ലാം കാണില്ലേ നമ്മള് ബോംബെ അതുപോലെ. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടാ, സൂപ്പറായിട്ട് പോകാൻ പറ്റും. അത് മോൻ അങ്ങനെ ചെയ്തായിരിക്കും. അതെ, അതുകൊണ്ട് അങ്ങനെ ചെയ്തോണ്ട് നന്നായി. പിന്നെ ട്രെയിൻ ഇറങ്ങി നമ്മളവിടെ കുറച്ച് നേരം കാത്തുനിന്നു, വണ്ടി വരുന്നവരെ കാത്തുനിന്നു. ആ കാത്തുന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും അപ്പുറത്തായിട്ട് തന്നെ താജ് ഹോട്ടലും. നമ്മൾ ഇതിന്റെ രണ്ടിന് മുമ്പ് നേരത്തെ ഫോട്ടോ ഉണ്ട്, നമ്മൾ മേലെ തൂക്കി വെച്ചിട്ടില്ലേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യന്റെ മുമ്പ്. പക്ഷെ അവിടെ പോയപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ട് ജനങ്ങൾ കാണുന്നതിൽ ഒത്തിരി ജനങ്ങളുണ്ട്. പക്ഷെ തമ്മ ആര് കാണുന്നില്ല, ആര് നോക്കുന്നില്ല, ഒരു ഇതില്ല. എനിക്കത് വല്ലാത്തൊരു അതിശയം തോന്നിപ്പോ. നമ്മളിവിടെ ആണെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമോ നോക്കുക, ഇത് മോളെ പരസ്പരം ആരും നോക്കുന്നില്ല, കാണുന്നില്ല, മിണ്ടുന്നില്ല, ഇങ്ങനെ യാത്ര തന്നെ എല്ലാവരും. ആ വ്യൂ നമുക്ക് നല്ല രസം. നമ്മള് കൊറേ സിനിമയെല്ലാം കണ്ടതല്ലേ ഈ താജ് ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, കൊറേ ഹിന്ദി സിനിമയെല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ആ വ്യൂ നല്ല രസമാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അവിടെ ഇതുപോലെ തന്നെ. പിന്നെ റൈസ് നമ്മളെ ചോറൊന്നും കിട്ടൂലല്ലോ, നമുക്ക് പറ്റാത്തൊരു നമുക്ക് ഫുഡിന്റെ കാര്യത്തില് ഈ പുറത്ത് പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ബാക്കി പിന്നെ വീട്ടിൽ നിന്നായോണ്ട്. അതെ അതെ, പരമാവധി മോള് ആക്കിയിട്ടെടുത്തു ഹരിത. അമ്മക്കുള്ളത് മാക്സിമം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി, അമ്മക്കുള്ളത് കൊണ്ടുപോയി. ബാക്കിയുള്ളവർക്ക് ലോങ് ഡേയ്സ് മാത്രം കൊണ്ടുപോകാഞ്ഞത്. സാബുത്താര കൊണ്ടുപോയി, മുംബൈ ദർശനം കൊണ്ടുപോയില്ല. പിന്നെ നമ്മള് ഏറ്റവും ഫേമസ് ആയിട്ടില്ലേ ഹാജി അലി പള്ളി, കടലിന്റെ ഉള്ളിൽ. നമ്മള് പണ്ട് പോയപ്പോ അവിടെ പണി നടക്കുന്നുണ്ടായി എന്തല്ലോ. പണ്ട് അന്നേരം രാകേഷേട്ടൻ പറഞ്ഞു തന്നിനി, ഇനി നിങ്ങൾ വരുവാണെങ്കിൽ ഇതിങ്ങനെ ഈ ഒരു വഴി കാണൂല, വേറെ വഴിയായിരിക്കും. അതിന് ഫുള്ള് ഗുഹ പോലെ ഉണ്ട്, നമ്മളെ കവർ ചെയ്ത്. നമ്മള് പോയപ്പോ അങ്ങനെ ഇല്ല, വെയിലല്ലേ വെയിലത്ത് നടന്നിട്ട്. ഇത് ഗുഹേന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോലെ ആ പള്ളിയിലെത്തി. ആ പള്ളി ഭയങ്കര ഫേമസ് ആവില്ല. അവിടെ പ്രസവിച്ചിട്ട് ഒരു മാസമുള്ള കുഞ്ഞിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാർത്ഥന അവിടെ പ്രസവിച്ചാല് വാവി ഉണ്ടാവും അങ്ങനെയാന്ന് പറയില്ല. അവിടെ പ്രാർത്ഥിച്ചാൽ മക്കൾ ഉണ്ടാവുന്നതാണ്. ചെറിയ ചെറിയ കുഞ്ഞു പൊടി മക്കളെയും കൊണ്ട് അത്രയും ആൾക്കാർ വന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ കവറിൽ വിരിക്കണ്ടേ, അത് മേടിക്കണം. പിന്നെ നമ്മള് തലയിൽ ഇട്ടിട്ടല്ലേ പോവാ, അത് മേടിച്ചിട്ടില്ലേ? നമ്മള് പണ്ട് തലയിൽ തുണി ഷോൾ ഇടണം. ഇല്ല, ഇട്ടില്ല. അങ്ങനെയില്ല, അത് കണ്ടിട്ടില്ല. നമ്മള് പണ്ട് പോകുമ്പോ ഉണ്ടായിന് തലയിലിട്ടാലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഉള്ളിൽ അങ്ങോട്ട് കയറാൻ പറ്റും. അങ്ങനെയില്ല. എന്നിട്ട് എനക്ക് വില്ലുമ്പെല്ലാം ഒരു ഷോള് തന്നില്ല അവിടുന്ന്. അത് നമ്മളിങ്ങനെ ഇട്ടിച്ചാന്ന് പോയത്. അത് തന്നിട്ട് കണ്ടിട്ടില്ല. ഇത് കവറിലിടുന്ന ആ ഒരു പട്ട്, അത് അവിടെ കൊണ്ട് കൊടുക്കും. അയാളൊരു മയിൽപ്പീലി. അതെ, മയിൽപ്പീലിയോട് നമ്മളെ തലയിലെല്ലാം തരും. പക്ഷെ ആ കുഞ്ഞു മക്കളെ കണ്ടിട്ട് എനക്ക് വല്ലാതെ അതൊരു വിശ്വസിച്ചു പോകുന്നത്. കുഞ്ഞു വാവകളെയും കൊണ്ടുവന്നിട്ട്. പക്ഷെ നല്ല രസമാണ്. ആ കടലിന്റെ നടുക്കായതുകൊണ്ട് നല്ല ആ വ്യൂവും. പിന്നെ ഭയങ്കര കാറ്റുണ്ടാവും അവിടെ, ആ കടൽക്കാറ്റ്. അത്രയും ആൾക്കാർ, അതെ, എല്ലാ ദിവസവും അവിടെ എത്ര ആൾക്കാരാണ് ഇങ്ങനെ വരും പോകുന്നു. കടലിന്റെ നടുക്കേ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോകും. അതാണ് നോക്കിയിട്ട് നമ്മളൊരു അതിശയല്ല കടലിന്റെ ഉള്ളിൽ കൂടെ. എന്തോ ഡെവലപ്മെന്റ്, അത് മനുഷ്യരാ ഒരു കഴിവ്. പിന്നെ നേരെ നമ്മൾ സയൻസ് പാർക്കിലൊക്കെ പോയി നമ്മളെ. അപ്പൊ സയൻസ് പാർക്കിൽ പോകുമ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ഓർമ്മക്കായിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് നേരെ വിട്ടു. പിന്നെ ഒരു ബീച്ചിലാണ്, ഒരു ബീച്ചിൽ പോയി നമ്മളൊരു ഏകദേശം ഒരു 3/4 മണിക്കൂർ. അപ്പൊ സൂര്യൻ അസ്തമിക്കാനായി. മോമറും മേമയും അതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാന്ന്. അതപ്പോ അങ്ങോട്ടേക്ക് വഴിക്ക് പോകുന്ന വഴിക്കാണ് നമ്മളാ മറ്റേ പാലുള്ളത്, കടലിന്റെ നടുക്ക്, കടലിലേക്കൂടെ ബിൽറ്റ് ചെയ്ത്, കടലിന്റെ മേലെ ബിൽറ്റ് ചെയ്ത പാലാണ് അത്. ശരിക്കും നല്ല രസമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് അത്രയും ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. കുറേ ദൂരത്തോ
ഭാഗത്തോളം ഇങ്ങനെ വല നെറ്റ് പോലെ കെട്ടി ഈ ഒരു പാലം സിംഗത്തിലെല്ലാം ഉണ്ട് തോന്നുന്നു സിനിമയില് സിനിമയിലുണ്ട് സിംഗം 2-ലുണ്ട് പിന്നെ കുറേ ഹിന്ദി സിനിമയിലെല്ലാം ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അത് നല്ല രസം നമ്മള് ദൂരത്തിനേ അതിങ്ങനെ കാണും നമ്മള് പോയ സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ദൂരത്തിനേ എടുത്തിട്ട് നല്ല രസമാണ് അതിലേക്കൂടെ പോവാൻ കുറേ സിനിമയിലുണ്ട് കേട്ടോ ഈ പാലം എടുന്നങ്ങ് കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ പോയി ബീച്ചിൽ പോയി അല്ലേ പോയിരുന്നു അവിടെ കുറേ നേരം പാലത്തിന്റെ നൈറ്റ് വ്യൂ കൂടി നമുക്ക് കാണാം എന്നിട്ട് തിരിച്ചു വരുമ്പോ അതുവഴി തന്നെ വന്നു അവിടെ പിന്നെ സൂര്യാസ്തമയം കണ്ടു അതിനുശേഷം തിരിച്ചു വരുമ്പോ പാലത്തിന്റെ ഭംഗി വേറെ സമുദ്രത്തിന്റെ കരക്കപ്പുറമുള്ള ഫ്ലാറ്റുകളെ ലൈറ്റ് വേറെ എന്തൊരു ഭംഗിയാ ദൈവമേ ഇതിപ്പോ ലാസ്റ്റ് അല്ലേ പിന്നെ എവിടെയും പോയിട്ടില്ലല്ലോ ഇല്ല പിന്നെ നമ്മള് മറൈൻ ഡ്രൈവ് ലാസ്റ്റ് നൈറ്റ് മറൈൻ ഡ്രൈവ് എത്തി അവിടുത്തെ മറൈൻ ഡ്രൈവിൽ പോയി അവിടെ പോയിട്ട് ഈ പറഞ്ഞ 3/4 മണിക്കൂറോളം ഇരുന്നു എല്ലായിടത്തും തിരക്കിനൊരു കുറവില്ല എവിടെ ബോംബെ അല്ലേ മോളെ ആൾക്കാരില്ലാത്ത സ്ഥലമില്ല പക്ഷെ എനിക്കിത് പരസ്പരം നമ്മൾ ആരെ നോക്കുന്നില്ല ആരെ കാണുന്നില്ല ആരൊക്കെ ഒന്നിനും നമ്മളെ മലയാളികളെ സ്വഭാവമാണ് ഒരാളെ കാണുമ്പോ ഇങ്ങനെ നോക്കല് പക്ഷെ അവിടെയുള്ളവര് നോക്കുന്നില്ല എന്തോ ഒരു ഇങ്ങനെ പൂഴിയിട്ട പോലെ ഉണ്ട് പൂഴിയിട്ട ഉതിരില്ല അത്രക്കും ജനം പക്ഷെ ആ തമ്മിൽ ആരും യാതൊരു കോണ്ടാക്ടില്ല നോട്ടമില്ല മിണ്ടലില്ല ചിരിക്കലില്ല ഇങ്ങനെ നമ്മളെല്ലാം ആരോടും കഴിഞ്ഞ മുഖത്ത് നോക്കി ചിരിക്കൂല നമ്മളെ അവർക്ക് തമ്മിൽ നോക്കാൻ നേരമില്ല ഞാനൊക്കെ നല്ല രസമുണ്ട് വ്യൂ നല്ലുണ്ട് ഇതൊക്കെ നമുക്ക് ആദ്യത്തെ അനുഭവങ്ങളാണല്ലോ അതുകൊണ്ട് അത് എനിക്ക് ശരിക്കും വല്യമ്മ പിന്നെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് മുന്നേ കുറെ പ്രാവശ്യം അവരവിടെ തന്നെ ഡൽഹിയിലല്ലേ ഉണ്ടായത് ഡൽഹിയിലെ ബോംബെയിൽ തന്നെ ഉള്ള പ്രാവശ്യം പോയി അപ്പൊ അമ്മക്ക് അമ്മേനെ കാണിക്കാനായിട്ടാണ് ഇത് കൊണ്ടുപോയത് ഈ ട്രിപ്പ് ഇറക്ക് വേണ്ടി മാത്രമാണ് വല്യമ്മ ബാക്കി എല്ലാരും മുന്നേ കുറെ പ്രാവശ്യം കണ്ടതാണ് പക്ഷെ മോനെ സമ്മതിക്കണം കേട്ടാ മാക്സിമം ഇമ്പോർട്ടന്റ് ആയ എല്ലാ സ്ഥലങ്ങളും എനിക്ക് കാണിച്ചു ജോലിന്റെ ഇടയ്ക്ക് മൊത്തം കവർ ചെയ്യിപ്പിച്ചു അവനാ നിൽക്കാൻ സമയമില്ലാത്തൊരു ജോലിയും ഫുൾ ടൈം ഡ്രൈവിങ്ങിനെല്ലാം പൊതുവെ അങ്ങനെ ഒരു ജോളി ടൈപ്പാണ് അതുകൊണ്ട് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി കാണിക്കാൻ നമ്മള് മതി എന്ന് പറഞ്ഞാലും ഏട്ടൻ പറയും വേണ്ട അതും കൂടെ കാണാം സത്യം അങ്ങനെ പറഞ്ഞാണ് എല്ലാവരും കൊണ്ടുപോയത് ഭയങ്കര സന്തോഷം അവരിങ്ങനെ കൊണ്ടുപോകുമ്പോ നേരത്തെ ഫ്ലാറ്റിന്റെ എല്ലാം ഭംഗി നോക്കാറല്ലേ ഫ്ലാറ്റ് അത് പറഞ്ഞ പോലെ നമ്മൾ ആടെ ഫ്ലാറ്റുകളേ ഉള്ളൂ അതങ്ങനെ തന്നെ ഫ്ലാറ്റുകൾ വീടുകളൊന്നും ബോംബെ എത്തും തോറും 50-50 എത്രയാണ് നമ്മളെ ആകാശം മുട്ടുന്ന ഫ്ലാറ്റുകൾ ഞാൻ ഈ വണ്ടിയിൽ ലോക്കൽ ട്രെയിൻ പോയിട്ടില്ല ആ പോകുമ്പോൾ ഞാൻ ഇതാ ശ്രദ്ധിക്കുന്നത് വേറെ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഫ്ലാറ്റ് ആകാശം മുട്ടി നിൽക്കുന്നത് എന്നിട്ട് പിന്നെ മറൈൻ ഡ്രൈവും കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി ഇനി നാളെ തിരിച്ച് നാട്ടിലേക്ക് അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അമ്മേന്റെ കുറച്ച് ബോംബെ വിശേഷങ്ങൾ അമ്മേന്റെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഷെയർ ചെയ്തതാണ്. വീഡിയോ ഇതിനേക്കാളും എടുത്തിട്ടുണ്ടായിട്ട് അമ്മ ഓരോ സ്ഥലം ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കൂടി ഇടുമ്പോൾ ഒരു 1-2 മണിക്കൂർ ഉണ്ടായിന്. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്തായാലും ബോറടിക്കും. അത്രയും ലെങ്തിയുള്ള വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കണ്ട് ബോറടിക്കൂലേ. അതുകൊണ്ട് പിന്നെ അധികം ലെങ്ത് ഉള്ളത് വേണ്ട, കുറച്ച് അങ്ങനെ നോക്കി അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്ക് ഇടക്കിടക്ക് കാണാന്നുള്ള രീതിക്ക് മാത്രം അങ്ങനെ ഇട്ടതാണ്. പോരാമേ? അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.